ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥനകളും യാചനകളും അപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ ചിലർ പരാതി പറയും. അപ്പോൾ ഞാനും ചിലപ്പോൾ കർത്താവിനോട് ചോദിക്കാറ്, എന്താ കർത്താവെ ഈ ദാസർക്ക് അവങ്ങ് അനുഗ്രഹം കൊടുക്കാത്തത്? കർത്താവിന് വചനം നൽകി. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു. കണ്ടോ, നീതിയോടെ പ്രവർത്തിക്കുന്നവരെയും വിശുദ്ധിയോടെ ജീവിക്കുന്നവരെയും കർത്താവ് സംരക്ഷിക്കുകയും അവർക്ക് മാർഗങ്ങളും വഴികളും തുറന്നു കൊടുക്കുന്നു. ഇനി നമുക്ക് ഏതെങ്കിലും വിധത്തിൽ വഴികൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ, ഒരു നിമിഷം ഈ നോമ്പ് ദിവസങ്ങൾ ചിന്തിച്ച് നോക്കുക, എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയത്, എൻ്റെ കുറവെന്താണ്, കർത്താവെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ആ കുറവിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.